celebrating 13 colorful years of capturing heartbeats of Carolites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. നോർവൽ പ്രസ്ബിറ്റീരിയൻ ചർച്ച് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയായി പുനഃനാമകരണം ചെയ്തു. നവംബർ 22 വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പരമ്പരാഗത പൗരസ്ത്യ ക്രിസ്ത്യൻ ആചാരങ്ങളും ആഘോഷങ്ങളും അവതരിപ്പിച്ച പരിപാടിയിൽ പുതിയ പള്ളി വികാരി ഫാദർ ബ്ലെസൻ വർഗീസും പങ്കെടുത്തു. കൂടാതെ മേയർ ആൻ ലോലാർ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. മുൻ നോർവൽ പ്രസ്ബിറ്റീരിയൻ ചർച്ച് സഭയിലെ ചില അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മുൻ ബോർഡ് അംഗം റോബർട്ട് മാക്ലൂർ പുതിയ സഭയെ സ്വാഗതം ചെയ്തു. അതോടൊപ്പം പള്ളി പുതുക്കി പണിയാൻ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ആശംസിക്കുകയും ചെയ്തു. പുതിയ സഭയിലെ അംഗങ്ങൾ ഈ പുനഃനാമകരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. കെട്ടിടം ഏറ്റെടുക്കുന്നതിൽ പങ്കുവഹിച്ച റിയൽ എസ്റ്റേറ്റ് ഏജന്റായ അജു വർഗീസ് എല്ലാം ഭംഗിയായി നടന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അഥവാ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് യേശുവിന്റെ അപ്പസ്തോലന്മാരിൽ ഒരാളായ സെന്റ് തോമസിന്റെ പാരമ്പര്യങ്ങളുണ്ട്. ഈ സഭയിലെ ഭൂരിഭാഗം അംഗങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. മലയാളം, സുറിയാനി തുടങ്ങിയ ഭാഷകളിൽ സഭാ ശുശ്രൂഷകൾ നടക്കും. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@maliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.